ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ അടുത്ത് കണ്ട ഒരപ്പച്ചനെയും മകനെയും ഓർമ്മ വരികയാണ്. അപ്പച്ചൻ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഏറെ ഹൃദ്യമായി തോന്നി. അപ്പച്ചൻ പറയുക, മകനെ, നീ പഠനത്തിൽ മികച്ചവനാകണം എന്നല്ല, നിന്റെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ മികച്ചവനായിരിക്കണം എന്നതാണ് അപ്പച്ചന് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചിന്ത നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആകണമെന്നാണ്, നീ ആയിരിക്കുന്ന ജോലി ചെയ്യുന്നിടത്ത് നീ ഫസ്റ്റ് ആയിരിക്കണമെന്നാണ്. എന്നാൽ ഈ അപ്പച്ചൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്, നീ നിന്റെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ ഏറ്റവും മികച്ചവരായിരിക്കണം. തിരുവചനത്തില് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന വചനവും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും അവസാനത്തേതവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. എത്ര മനോഹരമായ ഒരു നന്മയാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. വലിയവൻ ചെറുതാകണം എന്ന് നമ്മളൊക്കെ ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്, ഇത്ര വലുതാകാൻ എത്ര ചെറുതാകണം എന്ന്. അതെ, യേശുവിനെ പോലെ വലിയവനാകണമെങ്കിൽ യേശുവിനെ പോലെ ചെറുതാകാൻ നീയും ഞാനും പഠിക്കേണ്ടതല്ലേ. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതവും ജീവിത സാഹചര്യമൊക്കെ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുക നീ ഒന്നാമതാകണം എന്ന ചിന്തയിലേക്കാണ്. ഒന്നാമതാകണമെങ്കിൽ നിന്നിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വിനയവും നന്മയും ഒക്കെയുള്ള വ്യക്തികളായി തീരുക എന്നത്. പക്ഷെ പലപ്പോഴും ഈ വിനയവും നന്മയും ഒക്കെ ഹൃദയത്തിൽ നിന്ന് വറ്റിപ്പോകുന്നു. ഇന്ന് നാം ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ നാം കാണുന്ന ജീവിതവും ജീവിത സാഹചര്യവും എല്ലാം ഒരുപക്ഷെ നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്. ക്ലാസ് മുറികളിലാണെങ്കിലും കുടുംബ സാഹചര്യങ്ങളിലാണെങ്കിലും മക്കൾ ഇന്ന് വകതിരിവില്ലാതെ മാറിപ്പോയിരിക്കുന്നു. ഏതാണ് അമ്മയെന്നും അപ്പനെന്നും, ഏതാണ് സഹോദരനും സഹോദരിയെന്നും, കൂട്ടുകാരെന്നും കൂട്ടുകാരിയെന്നും ഒക്കെ തിരിച്ചറിയാതെ ലഹരിയുടെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് യുവാക്കളെ നമുക്കിന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു. കാരണം അടിസ്ഥാനം ആയി ഉണ്ടായിരിക്കേണ്ട പല നന്മകളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ചിന്തകളൊക്കെ നേടുന്നതിനെക്കുറിച്ച് മാത്രം മാറിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ എന്നിലുള്ള നന്മയിലേക്ക് തിരികെ വരിക. പഠനമല്ല, മറിച്ച് പെരുമാറ്റമാണ് നിന്നിൽ മാറ്റം വരുത്തേണ്ടത്. പണ്ടുണ്ടായിരുന്ന അഭിനയവും ഭവ്യതയും ഒക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കാം. എന്തൊക്കെ നേടിയാലും നിന്നിലുള്ള വിനയവും നന്മയും ഒക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ മറ്റെന്തും ഉണ്ടായിട്ടും എന്താണ് പ്രയോജനം? യേശുവിൻ്റെ ഇന്നത്തെ തിരുവചനം നമുക്ക് ശക്തിയാകട്ടെ, ഓജസ്സാകട്ടെ. വലിയവനല്ല, മറിച്ച് എളിയവനാകുവാനുള്ള ആ വിളിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എന്നെ എളിമയുള്ളവനാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഇന്നത്തെ ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.